നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ എല്ലാവരും സൺഡേ ഹോളിഡേ അടിച്ച് പൊളിക്കാം, എൻജോയ് ചെയ്യാമെന്ന് കരുതുമ്പോൾ എനിക്കിവിടെ സൺഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ഡേ കേട്ടോ. വേറൊന്നുമില്ല, എഴുന്നേൽക്കുന്നത് താമസിച്ചാണ്. അപ്പോൾ പിന്നെ ജോലികൾ നടക്കാനും വളരെ താമസമായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് സൺഡേ എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ. രാവിലെ ഇന്നും പതിവ് പോലെ 8-9 മണിയായപ്പോൾ ഇറങ്ങി വന്നു. ഇന്ന് ഏട്ടന് ഷൂട്ടില്ല. പതിയെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കി, അതിനോടൊപ്പം ഒരു മുളക് ചമ്മന്തി എല്ലാം ഉണ്ടാക്കി. അപ്പോഴേക്കും സ്ഥിരം ഞായറന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പോത്തിറച്ചി നിർബന്ധമാണല്ലോ. രാവിലെ തന്നെ ഏട്ടൻ ചെന്ന് പോത്തിറച്ചി എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഗീ റൈസും ഉണ്ടാക്കി, പോത്തിറച്ചിയും വെച്ചു, കപ്പ വാങ്ങിച്ചിട്ട് വന്നു, കപ്പയും പുഴുങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ജോലികളെല്ലാം കഴിഞ്ഞ് കുറേ ദിവസമായിട്ട് ഞാൻ ഇവിടെ അല്ലല്ലോ, വീട് അടച്ചിട്ടിരിക്കുമ്പോൾ ആകെ കൂടി പൊടിയും ബഹളമൊക്കെ ആയിട്ട് കിടക്കുമല്ലോ. ഡോബിയുടെ വർക്കും എല്ലാം കഴിക്കുന്നത്. ഡോബിക്ക് ഭയങ്കര മടി കേട്ടോ പണി ചെയ്യാനായിട്ട്. അവിടെ ഇവിടെയൊക്കെ ചെന്ന് സ്റ്റക്കായി നിന്ന് അതിനെ കിളക്കി വിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് ഞാനൊരു 2-2:30 മണിയായി ഒന്ന് ഇരുന്നപ്പോഴേക്കും. ദേ അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ കിച്ചണിൽ പൊട്ടലും ബഹളവും ഒക്കെ കേൾക്കുന്നു. എന്താന്ന് നോക്കിയപ്പോൾ വേദയും തീയാൻ കൂടി പരീക്ഷണം. അങ്ങനെ ഞാൻ കുറേ രണ്ടിനും വഴക്ക് കൊടുത്തോട്ടെ. മേലിൽ ഇനി കിച്ചണിൽ കയറി കുറേ എണ്ണയെല്ലാം ഒഴിച്ചിട്ടേ വേദ കൈ കഴുകിയിട്ടെന്തോ ആ നനഞ്ഞ കൈ കൊണ്ട് ഇത് മറിച്ചിട്ടപ്പോഴേക്കും ആ കയ്യിലിരുന്ന വെള്ളം എണ്ണയിലെന്തോ വീണ് അവിടെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊക്കെ കേട്ടതാട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വഴക്കുറങ്ങി, ഇനി ആ എണ്ണയിലും തീയിലും കളിച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ദേ ഒരു സിനിമ കാണുകയാണ്. ഇതേതാ സിനിമയെന്ന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര ഫേമസ് ഹിറ്റ് സിനിമയാണ്. 1995 റിലീസായ മൂവിയാണ്. ഇപ്പോഴും മുംബൈയിലൊരു തിയേറ്ററിൽ ഇത് സ്റ്റിൽ റണ്ണിങ് ആട്ടോ. ഈ സിനിമ ഇപ്പോഴും അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ അത്രയും ഹിറ്റായിട്ടുള്ള ഈ ഒരു സിനിമ ഇന്നാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഏതാ സിനിമയെന്ന് മനസ്സിലായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹീറോയിൻ വന്നിട്ട് കാജോളാണ്, ഹീറോ ഷാരൂഖ് ഖാനാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. കറക്റ്റ് അവരുടെ രണ്ടുപേരുടെയും വീഡിയോ ക്ലിപ്പ് എടുക്കാനുള്ളതായിരുന്നു അല്ലേ. മറന്നുപോയതല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി സിനിമ കാണാൻ തുടങ്ങിയതാണ്. 3 മണിക്കൂർ എന്തോ നീളമുണ്ട് ആ സിനിമയ്ക്ക്. ഇന്നാണ് കണ്ടു തീർന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് ഞാൻ ഇവിടെ ഇല്ലല്ലോ. എൻ്റെ ചെടികൾക്ക് വെള്ളവും ഭക്ഷണവും ഇല്ലാണ്ട് പാവെല്ലാം വാടിക്കരിങ്ങി വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിനും രാവിലെയാണ് ഞാൻ സാധാരണ എൻ്റെ ജോലികൾ തീരും മുന്നേ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെക്കും. വൈകിട്ടായി എനിക്കിതിനൊന്നിനും വയ്യ മടിയാട്ടോ. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ ആകെ കൂടി വാടിക്കരിങ്ങി നിൽക്കുന്നു. രാവിലെ ഞാൻ വെള്ളം ഒഴിക്കാനും മറന്നു. അങ്ങനെ ഞാൻ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുകയാണ്. ഇത് പുതിയൊരു നൈറ്റ് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചതാട്ടോ. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച നൈറ്റ് ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് കൊള്ളാൻ തോന്നി. അങ്ങനെ ഒരെണ്ണം കൂടി വാങ്ങി. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ചെടികളെല്ലാം നല്ലതുപോലെ തിളിർത്ത് വരും. വീണ്ടും ഞാൻ വെള്ളം ഒഴിക്കാതെ വരും. വീണ്ടും അത് കരിഞ്ഞു തുടങ്ങും. വീണ്ടും വെള്ളം ഒഴിക്കും. വീണ്ടും തിളിർത്ത് വരും. അങ്ങനെയാണ് എൻ്റെ ചെടികളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. പാവം. കുറച്ച് മുളക് തൈ മുകളിൽ നട്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഒന്ന് പൂവെല്ലാം പൂത്ത് വരും കായ്ക്കാനായിട്ട്. അപ്പോഴേക്കും ഞാൻ വെള്ളം ഒഴിക്കാണ്ടാവും. വീണ്ടും അത് വാടിക്കരിയും. വീണ്ടും വെള്ളം ഒഴിക്കും. അങ്ങനെ നിൽക്കുകയാണ് അവിടെ നിൽക്കുന്ന മുളക് തൈയും എല്ലാം. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ കരുതി ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന്. നമ്മുടെ പശുവിൻ പാലുണ്ട്. അത് ഞാനിന്ന് രാവിലെ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ കഴിയാറായി. ഇനി വൈകുന്നേരം ഏട്ടൻ ചായ കുടിച്ചാലോ എന്ന് കരുതി. വൈകിട്ടും ഏട്ടൻ ചായ കുടിക്കും. രാവിലെ നാളത്തേക്കും ചായക്ക് പാല്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി കോഫി ഇട്ടാൽ തികയത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി കവറ് പാലിൽ എനിക്കുള്ള കോഫി ഇടാമെന്ന് കരുതി. പക്ഷേ ഏട്ടൻ വൈകുന്നേരം ആയപ്പോൾ കോഫി കുടിച്ചില്ല കേട്ടോ. എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോയി. കോഫി കുടിച്ചില്ല. അപ്പോൾ ഇനി രാവിലത്തേക്കുള്ള പാലും ഉണ്ട്, വൈകിട്ടത്തേക്കുള്ള പാലും ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ കവറ് പാലിൽ എന്തായാലും കോഫി ഇടാമെന്ന് കരുതി. കവറ് പാൽ കുറച്ച് പാലൊഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഭയങ്കര കട്ടിപ്പാലാട്ടോ. പക്ഷെ പശുവിൻ പാൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ. നമുക്കിവിടെ കൊണ്ടുവരുന്നത് നല്ല പശുവിൻ പാലാണ്. ആരോ ചോദിച്ചു, ഇങ്ങനെ കവറിൽ നമുക്ക് ഒരിടത്തും പാൽ കിട്ടാറില്ല, അത് എവിടെ നിന്നാന്ന് ചോദിച്ചു. ഇത് നമുക്ക് പാൽ കൊണ്ടു തരുന്നവർ കവറിലാക്കി കൊണ്ട് തരുന്നതാട്ടോ പശുവിൻ പാൽ. ആ പശുവിൻ പാലിൽ നിന്ന് തന്നെയാണ് ഞാൻ പാടെല്ലാം എടുത്തിട്ട് നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കോഫി ഇട്ട് കുടിക്കുകയാണ്. കോഫി പൗഡർ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന ടിന്ന് കഴിഞ്ഞു. പക്ഷേ ഞാൻ പുതിയതൊരു ടിന്ന് വാങ്ങിച്ച് വെച്ചു. ഫ്രിഡ്ജ് ഫുൾ അരിച്ചു. അത് എവിടെയാണ് വെച്ചതെന്നൊരു ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ അവിടെ വീട് ഫുൾ അരിച്ച് പറക്കി അവസാനം നോക്കിയപ്പോൾ കിട്ടി. ഞാൻ കോഫി പൗഡർ ഇങ്ങനെ സാഷെ പാക്കറ്റ് മാത്രമേ വാങ്ങിച്ച് വെക്കത്തുള്ളായിരുന്നേ. കാരണം വലിയ ടിന്നൊക്കെ വാങ്ങിച്ച് വെച്ചാൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നും കോഫി ഇടില്ലല്ലോ. ഞാൻ വല്ലപ്പോഴൊക്കെ ഇടത്തുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഫുൾ കട്ടിയായിട്ടിരിക്കും. അങ്ങനെ ഞാൻ സാഷെ പാക്കറ്റ് വാങ്ങിക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഞാനിത് വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തു, അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ഒന്നും ചെയ്യത്തില്ല, കട്ടയാവത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തപ്പോൾ എത്ര നാൾ വേണം കട്ടയില്ലാണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, അത് കമൻറ്റിലൂടെ കിട്ടിയതാണ്. അപ്പോൾ അതും അറിഞ്ഞൂടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബ്രൂവിൻ്റെയൊക്കെ കോഫി വാങ്ങുമ്പോൾ, ബോട്ടിൽ വാങ്ങുമ്പോൾ
ആയി പോകാണ്ടിരിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടയാകാതിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ അങ്ങനെ വെച്ചാലും ഇരിക്കുമായിരിക്കും അല്ലേ. ഓക്കെ, എന്തായാലും പാലെടുപ്പത്ത് വെച്ചു. പാല് തിളയ്ക്കാറായി. കോഫി പൗഡർ തപ്പിയിട്ടും കാണാനില്ല. ഈശ്വര, എവിടെ വച്ചെന്ന് ഓർമ്മയില്ല. കുറച്ച് ദിവസം ആവുള്ളൂ കേട്ടോ വാങ്ങിച്ചിട്ട്. ഞാൻ കുന്നിൽ നിന്ന് വാങ്ങിയതാണ് ഒരു വലിയൊരു ബോട്ടിൽ. പക്ഷേ അത് എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. അവിടെ എവിടെയൊക്കെ ചെന്ന് ഞാൻ തപ്പുകയാണ്, അവിടെ എങ്ങുമില്ല. ഫ്രിഡ്ജിനകത്തുമില്ല. പിന്നെ ഇത് എവിടെ വെച്ചു ഞാനൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, മേ ബി അവിടെ കാണും. അങ്ങനെ ആ ഒരു ഡ്രോയർ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. ഇതെൻ്റെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള എന്താണ് മോങ് ഫ്രൂട്ട് ഷുഗറാട്ടോ. 0 കാലോറി 0 കാർബ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ഡയറ്റീഷ്യനോട് ചോദിച്ചപ്പോൾ കഴിച്ചോളൂ എന്നും പറഞ്ഞത് കൊണ്ട് ധൈര്യമായിട്ട് കോഫിയിലൊക്കെ ഇട്ട് കുടിക്കുകയാണ്. ഏവട്ടാ, ഇവിടെ വരുമ്പോഴാണ് ഭയങ്കര ഷുഗർ കട്ട്, ഭയങ്കര ഡയറ്റൊക്കെ. നേട്ടത്തേക്ക് ചെല്ലണം. ഷുഗർ കട്ടും ഇല്ല, ഡയറ്റും ഇല്ല, ഒന്നുമില്ല. ഈ മോങ് ഫ്രൂട്ട് ഷുഗറും കൊണ്ടാണ് ഞാൻ പോകുന്നത് നെട്ടയത്ത്. പക്ഷെ അത് ഉപയോഗിക്കത്തില്ല. അവിടെ എന്താണോ എല്ലാവരും ഉപയോഗിക്കുന്നത് ആ ഒരു ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്താണ് എനിക്കത് അറിയത്തില്ല. ഏട്ടൻ പറയും, നീ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഡയറ്റ്, എന്നോടൊപ്പം കഴിക്കാതിരിക്കാൻ പറഞ്ഞ ഡയറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നീ നെട്ടയത്തൊക്കെ പോയി കഴിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അതങ്ങ് കഴിച്ചു പോണതാണ്. സത്യം കേട്ടോ, അവിടെ ചെന്നാലും എനിക്ക് വായിക്കൊരു നിർത്തലുണ്ടാവാതെയാണ് ഞാൻ കഴിക്കുന്നത്. എന്തായാലും കോഫി എല്ലാം ഇട്ടു, നന്നായിട്ട് പതപ്പിച്ച് ഒന്ന് കുടിച്ചു. അപ്പോൾ നല്ലൊരു സുഖം കേട്ടോ. ഈ കോഫി കുടിക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് ആണ് ഉള്ളത്. ഒരു നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ നമുക്കൊരു ഭയങ്കരമായിട്ട് ഫ്രഷായിട്ടൊക്കെ തോന്നും കോഫി കുടിക്കുമ്പോൾ. ചായ കുടിക്കുമ്പോൾ അങ്ങനെയല്ല, ഒരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും. കോഫി കുടിക്കുമ്പോൾ ഒരു ഉന്മേഷമാണ് വരുന്നത് കേട്ടോ. അത് ആ ഒരു ഇടേണ്ട രീതിയിൽ ഇട്ടില്ലെങ്കിലും ശരിയാകത്തില്ല. എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ചിലർക്ക് കടുപ്പം കൂടുതൽ വേണം, ചിലർക്ക് കടുപ്പം കുറച്ച് മതി, ചിലർക്ക് പാല് കൂടുതൽ വേണം, ചിലർക്ക് പാല് കുറച്ച് മതി. എനിക്ക് പാല് കുറച്ച്, വെള്ളം കൂടുതൽ, കടുപ്പം കൂട്ടി, നല്ല മധുരം. അതാണ് എൻ്റെ ഒരു കോഫിയുടേതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ചായ. ചിലർക്ക് ആ കുടിക്കുന്നത് ആ ഒരു ഇഷ്ടത്തിന് കുടിച്ചില്ലെങ്കിൽ അതങ്ങ് ശരിയാവില്ല. ചിലർക്ക് മധുരം കുറച്ച്, കടുപ്പം കുറച്ച്, നല്ല വെള്ള കളറിൽ ചായ ഇരിക്കണം. ചിലർക്ക് കറുകറാ ചായ ഇരിക്കണം. ഞാൻ അക്കൂട്ടത്തിലാട്ടോ. എനിക്ക് നല്ല കടുപ്പവും നല്ല മധുരവും വേണം ചായയ്ക്ക്. ഇല്ലെങ്കിൽ ചായ കുടിച്ചൊരു ഫീൽ കിട്ടത്തില്ല കേട്ടോ. ഇതേ നോക്കിയേ, കോഫി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എത്ര പാത്രമായെന്ന് നോക്കിയേ. ചായ ഇരിക്കുന്ന അരിപ്പ്, ചായ ഇട്ട പാത്രം, പിന്നെ അതൊഴിച്ച കപ്പ്, പിന്നെ കുടിച്ച കപ്പ്. 4 പാത്രമായേ. 4 പാത്രമായേ. പിന്നെ കോഫി ആയതുകൊണ്ട് അധികം നേരം ഇട്ട് തിളപ്പിച്ച് ഇട്ടേക്കണ്ടല്ലോ. അതുകൊണ്ട് പാത്രം കഴുകാൻ വലിയ പാടില്ല. ചായപാത്രമാണെങ്കിൽ ഇട്ട് കഴുകി ഉരച്ച് അതിങ്ങനെ തിളപ്പിച്ചിടുമ്പോൾ ഫുൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അത് ഭയങ്കര പാടാണ് കഴുകിയെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ കോഫിയും കുടിച്ച് കുറേ സമയം ഇങ്ങനെ പുറത്തിരുന്ന് ഫോണൊക്കെ കണ്ട് അടുത്ത സിനിമ ഏതുണ്ട് എന്നൊക്കെ ഇങ്ങനെ നെറ്റ്ഫ്ലിക്സിലൊക്കെ നോക്കി അരിച്ച് പറക്കിയിരിക്കുക കേട്ടോ. പിള്ളേരാണെങ്കിൽ ഭയങ്കര കളി കേട്ടോ. എല്ലാവരും കൂടി ഇന്ന് സൺഡേ ആയിട്ട്, സാധാരണ സാറ്റർഡേ സൺഡേ ഞാനങ്ങ് നെട്ടയത്തായിരിക്കില്ലേ. അപ്പോൾ പിന്നെ കുട്ടികളൊന്നും കാണില്ല. ചില ദിവസങ്ങളിൽ ഇവിടെ സാറ്റർഡേ സൺഡേ നിൽക്കുമ്പോഴാണ് എല്ലാവരും കൂടെ കളിയാണ്. പഠിത്തമൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു യുണോക്കെയാണ് കളിക്കുന്നതെന്ന് തോന്നുന്നു. വെറുതെ കളിയാണ്. എല്ലാവരും രാവിലെ വരും. ഇന്ന് വേദന ഞാൻ ഉച്ചയ്ക്ക് വിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് കുറച്ച് പഠിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് കളി തന്നെ, പിന്നെ പഠിത്തമൊന്നുമില്ല. പക്ഷേ അത് കുട്ടികൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിട്ട്. വീട്ടിൽ വെറുതെ ഇരുന്ന് ടി വിയും ഫോണും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമല്ലേ. സത്യം കേട്ടോ. വേദ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കൊറോണ സമയത്തൊക്കെ ഇവർ അടിച്ച് പൊളിക്കായിരുന്നു കേട്ടോ. ഇവിടെ അമ്മു, ദിയ, വേദ, തേനു പിന്നെ ഇപ്പോഴായിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ തേനു, ഇവരെല്ലാവരും കൂടി അടിച്ച് പൊളിക്കുമായിരുന്നു. കോവിഡ് ടൈമിലൊക്കെ ഒരു ബഹളമായിരുന്നു. ഇവിടെ വീട്ടിനകത്ത് തന്നെ, നമ്മുടെ വീട്ടിനകത്ത് കളിയും ബഹളമായിട്ട്. കുട്ടികളൊക്കെ അടുത്തുള്ളതല്ലേ, അപ്പോൾ പിന്നെ കളിക്കാനൊരു രസം. വെയിലൊക്കെ മാറുമ്പോൾ പുറത്തും കളിക്കും കേട്ടോ. സൈക്കിളും അതും ഇതൊക്കെ ചവിട്ടുകയും ഷട്ടിൽ കളിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ വേറെ വണ്ടികൾ വരും. അങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു പ്രശ്നം ഒന്നുമില്ലല്ലോ. വേറെ വണ്ടികളൊന്നും വരത്തില്ല. അവർക്ക് ഇഷ്ടത്തിന് കളിക്കാം. പിന്നെ ഇതുപോലെ ഹോളിഡേയ്സൊക്കെ കിട്ടുകയാണെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ വൈകുന്നേരമായി. എൻ്റെ പണികളിലേക്ക് വീണ്ടും ഞാൻ പോവുകയാണ്. നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കുകയാണ്. ഇതിനൊരു 2.5 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ബോട്ടിൽ വെള്ളം കുടിച്ചിട്ടാണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. എൻ്റെ അമ്മ, അതൊരു വല്ലാത്തൊരു ഇൻഫെക്ഷനായിരുന്നു. അതുകൊണ്ട് വെള്ളം കുടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താം, അത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ബോട്ടിലും വേദയുടെ ബോട്ടിലും ഒക്കെ കഴുകി വൃത്തിയാക്കി അതിലൊക്കെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു കേട്ടോ. ഇനി നാളത്തേക്കുള്ള വെള്ളമെല്ലാം നിറച്ച് വയ്ക്കുക. അപ്പോൾ രാവിലെ വരുമ്പോൾ എടുത്ത് അതിൽ നിന്ന് ഡയറക്റ്റ് കുടിക്കാമല്ലോ. അല്ലെങ്കിൽ വീണ്ടും നിറച്ച് ഒഴിക്കുകയൊക്കെ വേണ്ടേ. എന്നും കഴുകിയെടുക്കും. അല്ലെങ്കിൽ എനിക്കെന്തോ കുടിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നും കേട്ടോ. പിന്നെ ഞാനൊരു കൂജ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ പഴയ വെള്ളം നിറച്ചിട്ട് വീണ്ടും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമെല്ലാം ചൂടാക്കി വെക്കൽ.
പിന്നെ പുട്ടവിക്കൽ, സ്പെഷ്യലായിട്ട് ബീഫുണ്ട്, നിറയെ കൊഴുപ്പുള്ള ബീഫാണ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അതൊന്ന് തണുക്കുമ്പോൾ ഇങ്ങനെ ഒരു പാട പോലെ ആ കൊഴുപ്പ് കട്ടിയായിട്ട് നിൽക്കും കേട്ടോ. എൻ്റെ ഡ്രസ്സൊന്ന് കാണിക്കാൻ പറഞ്ഞു, അങ്ങനെ കാണിച്ചു കൊടുത്തതാട്ടോ. അങ്ങനെ ബീഫെല്ലാം ചൂടാക്കാൻ വെച്ചു, ബീഫല്ല പോത്ത് ചൂടാക്കാൻ വെച്ചു, പുട്ടവിക്കാൻ വെച്ചു, വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.